പച്ചക്കൊള്ള ഇത്. ഞാൻ വിശ്വസിക്കില്ലത്. സിന്ധു ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്യില്ല. കള്ളോ ഇത്. ഗിരിയേട്ടൻ കള്ളം പറയരുത്. എനിക്കറിയാൻ കാര്യം എന്താന്ന്. ഏട്ടൻ വരട്ടെ, എന്നിട്ട് പറയാം. അയ്യോ, ഇവിടുത്തെ ബ്രിഗേഡിയർ വരുന്നുണ്ട്. TV ഓഫ് ആക്കുവാണേ. വലിയേട്ടൻ വന്നല്ലോ. എന്താ ഇന്ന് TV ഒന്നും വെച്ചില്ല ഇവിടെ? സാധാരണ TV കാണുന്ന സമയമാണല്ലോ ഇപ്പൊ ഇത്. ഇന്ന് ഒരുപാട് പഠിക്കണ്ടേട്ടാ. അതാ ഞാൻ ചേച്ചിയോട് സംശയങ്ങൾ ചോദിച്ചോണ്ടിരുന്നത്. വൈകുന്നേരം ഇവിടെ നിന്ന് തൂത്ത് വാരിയില്ലേട്ടാ, അതാ ഞാൻ തൂക്കാന്ന് കരുതിയേ. ഈ അരിയിൽ ഒരുപാട് കല്ല്. ഇത് പറക്കി തുടങ്ങിയ രാവിലെ ആയാലും തീരൂല. ഇതിന്റെ ഒക്കെ ഇടയില് ടിവിന്റെ കാര്യം മറന്നുപോയി. ഓ, എപ്പോഴും ഈ ജോലിയും പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചാ പോരല്ലോ. കുറച്ച് TV കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ കുഞ്ഞി? നമ്മുടെ ഈ സി കേരളം ചാനലിലെ സരിഗമപ്പ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് എത്ര മണിക്കായിരുന്നു? ശനി ഞായർ രാത്രി 8 മണിക്ക്. ഇപ്പോഴും കൂടി TV കാണിച്ചുള്ളൂ. ഇന്നിവിടെ TV ഓണാക്കിയതേയില്ല അല്ലേ? ഈ സരിഗമപ്പായുടെ പരസ്യം കേട്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന തന്നെ. പിന്നെ എന്റെ പിള്ളേരുടെ അഭിനയം അത് ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നന്നായിരിക്കുന്നു. അതെ, എല്ലാവരുടെ അഭിനയം മികച്ചതായിരിക്കുന്നു. പക്ഷേ നല്ല നടൻ ഏട്ടനാ. അഭിനയിച്ചെന്നെ തോപ്പിക്കാന്ന് നിങ്ങളാരും കരുതൊന്നും വേണ്ട. ഞാനെത്ര അഭിനയിച്ചിരിക്കുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ജോലിയൊക്കെ തീർത്തിട്ട് 8 മണി മുതൽ സരിഗമ പരിപാടി കണ്ടോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കുഞ്ഞി. പാറുവിനെ കാണുന്നില്ല. ഏട്ടാ, കുഞ്ഞി വിളിച്ചിട്ട് വന്നില്ല. പാറു എന്തോ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഏട്ടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏട്ടത്തിമ്മ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? പിണക്കോ? എന്തുകൊണ്ട്? പാറുവിന് വേറെ എന്തെങ്കിലും വിഷമം കാണും. എന്താന്ന് ഞാൻ പോയി ചോദിച്ചു. ഏട്ടൻ അവിടെ നിന്നേ. എന്താ ഏട്ടൻ എന്തിനാ ഞങ്ങളോട് കള്ളം പറയുന്നേ? ഇവിടെ നടക്കുന്നതൊക്കെ എനിക്കറിയാം. ഏട്ടൻ അവിടെ നിന്നേ. ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള പ്രശ്നം ഞാൻ പറയാം. ഞാൻ പറയട്ടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അല്ല, ഏട്ടന് വിഷമമൊന്നും തോന്നരുത്.
മോളെ അത് വേണ്ട ഏട്ടാ, ഇനി ഈ നാടകം ഈ വീട്ടില് വേണ്ട. എല്ലാരും ഒന്ന് അറിയട്ടെ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇത്രയും ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഏട്ടൻ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും രാവിലെ ഏട്ടൻ കടയിലേക്ക് പോകും, രാത്രി കയറി വരും. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കില്ലേ വിവാഹം കഴിഞ്ഞ് ഒരു യാത്രയൊക്കെ പോണെന്ന്? ഇതുവരെ ഏട്ടൻ ഏട്ടത്തിമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും ഏട്ടത്തിമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കേട്ടാ. അതാ ഏട്ടത്തിമ്മ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നു. ഏട്ടനും ഏട്ടത്തിയമ്മയും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോ. ഏട്ടത്തിയമ്മയുടെ ഈ വിഷമം ഒന്ന് മാറട്ടെ. ആ? ആ, ആ, ആ. പാറു എന്താ ഇവിടെ മാറിയിരിക്കുന്ന? കണക്കുതരം മാറിയില്ലേ? ആ, രാവിലെ എന്നെ ഞാൻ മാപ്പ് പറഞ്ഞല്ലേ, ക്ഷമിച്ചൂടെ? പാറുവിനറിയോ, ഞാൻ ഡോക്ടറെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലുമില്ല. പാറു വിചാരിക്കുന്ന പോലെ ഞാൻ ആ കാര്യത്തിൽ ഒരു മടിയും കാണിച്ചിട്ടുമില്ല. കാര്യങ്ങള് ഒന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്താൻ സമയമെടുത്തു മാത്രം. സിധുവിനെ കണ്ടോ? എവിടെയാവൻ? ഡോക്ടറെ കണ്ടില്ല. പക്ഷേ നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പണത്തെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. പാറു വിഷമിക്കരുത്. പാറുവിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇത്രയും നാളിത് പറയാതെ കൊണ്ടുവന്നു. പാറു വിചാരിക്കുന്ന ഒരാളല്ല സിദ്ധാർത്ഥൻ ഡോക്ടർ. ഡോക്ടർ ആളൊരു ചതിയന. പാറുവിനെ ചതിച്ച് മുങ്ങിയതാ. ഇല്ല, പച്ചക്കള്ള ഇത്. ഞാൻ വിശ്വസിക്കില്ല ഇത്. സിന്ധു, ഒരിക്കലും സിന്ധു അങ്ങനെ ചെയ്യില്ല. കള്ള ഇത്. ഗിരിയേട്ടൻ കള്ളം പറയരുത്. പാറു